ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ദ ബേസിക് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ യൂണിറ്റിലെ നെക്സ്റ്റ് പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താ ഇൻസ്ട്രക്ഷൻ, നമ്മൾ മെഷീന് കൊടുക്കുന്ന ഇപ്പൊ നമ്മൾ എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതാണ് ഇൻസ്ട്രക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ മെഷീൻ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ടു ആഡ് 2 നമ്പേഴ്സ്. അപ്പം അതൊരു ഇൻസ്ട്രക്ഷൻ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നമ്മൾ അതൊരു എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു സി പ്രോഗ്രാമിന്റെ കോഡ് കാണാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സി പ്രോഗ്രാമിലെ ഹെഡർ ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് stdio.h. പിന്നെ നമ്മൾ മെയിനിനകത്ത് നമ്മൾ ആഡ് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള കോഡാ കൊടുത്തേക്കുന്നത്. നമ്മൾ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്റ് a = 5, b = 2. 2 വേരിയബിളിലെ വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ വി ഹാവ് അനദർ വേരിയബിൾ സി. സിയിലേക്കായിരിക്കും നമ്മൾ ഈ ആഡ് ചെയ്ത നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് c = a + b. ഓക്കെ, ദെൻ നമ്മൾ പ്രിന്റ് ചെയ്യുവാണ് സം എത്രയാണെന്നുള്ളത് പ്രിന്റ് ചെയ്യുക. ദാറ്റ് ഇസ് സിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ a + b, അതായത് ഇവിടെ 5 + 2 7 എന്നുള്ള വാല്യൂ ആയിരിക്കും സിയിൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരിക. അപ്പം ഇതാണ് ഒരു സിമ്പിൾ സി പ്രോഗ്രാം എന്ന് പറയുന്നത്, ടു ആഡ് 2 നമ്പേഴ്സ്. അപ്പൊ ഇത് നമ്മൾ അസംബ്ലി ലാംഗ്വേജിലേക്ക് വരുമ്പം ഇതിന്റെ ഒരു എക്സിക്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വോൺ ന്യൂമൻ ആർക്കിടെക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാനും സെയിം മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോർഡ് പ്രോഗ്രാം കോൺസെപ്റ്റ് ആണ്, സ്റ്റോർഡ് മെഷീൻ പ്രോഗ്രാം കോൺസെപ്റ്റ് ആണ് വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ നമുക്ക് ഡേറ്റയും ഉണ്ട് ഇൻസ്ട്രക്ഷനും ഉണ്ട്. അപ്പൊ ഒരു ഡേറ്റയുടെ ഫോർമാറ്റ് എങ്ങനെയാ വരുന്നത് എന്നുള്ളതാണ്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഡേറ്റയും ഉണ്ട് ഇൻസ്ട്രക്ഷനും ഉണ്ട്. അപ്പം അതിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാ വരുന്നത് അത് നമുക്ക് ഇവിടെ ഒരു ഇമേജിൽ കൂടെ കാണാൻ പറ്റും. ഇവിടെ കണ്ടോ, നമുക്ക് ഇവിടെ ഒരു 16 ബിറ്റ് ഇൻസ്ട്രക്ഷൻ അതുപോലെ 16 ബിറ്റ് ഡേറ്റയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് എ മെഷീൻ ഓഫ് എ സൈസ് ഓഫ് 16 ബൈനറി ഡിജിറ്റ്, ദാറ്റ് ഇസ് 16 ബിറ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ. അപ്പം ഈച്ച് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ മെഷീൻ കൺസിസ്റ്റ് ഓഫ് 2 കമ്പോണൻസ്. അപ്പം ഓരോ ഇൻസ്ട്രക്ഷനും 2 കമ്പോണൻസ് ആയിരിക്കും ഉണ്ടാകുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഓപ്പറേഷൻ കോഡ്, ദാറ്റ് ഇസ് ഓപ്പ് കോഡ്. ദെൻ വി ഹാവ് ആൻ അഡ്രസ്. ഫസ്റ്റ് വൺ ഓപ്പറേഷൻ കോഡ് ദാറ്റ് സ്പെസിഫൈ ദ ഓപ്പറേഷൻ ദാറ്റ് ഇസ് ടു ബി പെർഫോംഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ ഏത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് അതാണ് ഓപ്പറേഷൻ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം അഡീഷൻ ആണെങ്കിൽ നമ്മൾ ആഡ് എന്ന് പറയുന്ന ഓപ്പ് കോഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ആഡ്. ഇപ്പം സ്റ്റോർ ചെയ്യാനായിട്ടാണെങ്കിൽ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്പ് കോഡ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക, നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ നമുക്കൊരു ഓപ്പറേഷൻ കോഡ് ദാറ്റ് ഇസ് ഓപ്പ് കോഡ് കാണും. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ലൊക്കേഷനിലെ വാല്യൂ ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ്സും കാണും, ഓപ്പറാൻഡ് അഡ്രസ്. അപ്പം ഓപ്പറേഷൻ കോഡും ഓപ്പറാൻഡ് അഡ്രസ്സും ആയിരിക്കും നമ്മുടെ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിൽ വരുന്നത്. ഇനി നമ്മൾ ഡേറ്റ ഫോർമാറ്റ് അത് 0 to 15, ദാറ്റ് ഇസ് 16 ബിറ്റ്സ് ആ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അതായത് 0 to 15. അപ്പൊ 16 ബിറ്റ്സ് ആവും. അവിടെ നമുക്ക് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ നമ്പർ, നമ്പറിന്റെ സൈനും മാഗ്നിറ്റ്യൂഡും ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ ഡേറ്റയുടെ ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. ഇൻസ്ട്രക്ഷനിൽ നമുക്ക് ഓപ്പറേഷൻ കോഡ് കാണും, അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറാൻഡിന്റെ അഡ്രസ്. നമ്മുടെ ഡേറ്റ ഫോർമാറ്റിലായിരിക്കും ഏത് പർട്ടിക്കുലർ നമ്പർ ആണ് അതിന്റെ സൈനും മാഗ്നിറ്റ്യൂഡും കാണുന്നത് ഡേറ്റ ഫോർമാറ്റിൽ ആയിരിക്കും. ഓക്കെ,
നെക്സ്റ്റ് വൺ നമ്മളിപ്പോ പറഞ്ഞല്ലോ, അപ്പൊ ഇവിടെ നമുക്ക് CPU രജിസ്റ്റർ ആൻഡ് ദെയർ ഫങ്ഷൻസ് ആണ് നോക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഒരു ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഡേറ്റയുടെ ഫോർമാറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. ഇപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഒരു പർട്ടിക്കുലർ അഡ്രസ് കാണും. ഓക്കെ, 10 എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്രസ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട് ആ വാല്യൂ നമ്മൾ എടുക്കുക. ദാറ്റ് ഇസ് 65 എന്ന് പറയുന്നതാണ് വാല്യൂ. അപ്പം മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ 10 എന്ന് പറയുന്നതുണ്ട്. അപ്പം മെമ്മറി ലൊക്കേഷനിൽ പോകുമ്പോൾ ആ 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ദാറ്റ് ഇസ് 65. അപ്പം ആ മെമ്മറി അഡ്രസ്സിന് ഇവിടെ നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത് 10 ആണ്. ആ 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, ഡേറ്റ വാല്യൂ 65. അപ്പം ആ 65 വാല്യൂ എടുത്തിട്ട് അത് എവിടെ കൊണ്ടുവരും? മെമ്മറി ബഫർ രജിസ്റ്റർ. ഓക്കെ, അപ്പം ആ വാല്യൂവിനെ നമ്മൾ മെമ്മറി ബഫർ രജിസ്റ്ററിലായിരിക്കും കൊണ്ടുവരിക. എന്നിട്ടായിരിക്കും നമുക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ അഡീഷൻ ആണെങ്കിൽ അഡീഷൻ. ഇപ്പം ഫസ്റ്റ് നമ്മൾ ഫെച്ച് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഒരു അഡ്രസ്സ് കാണും നമ്മുടെ കയ്യിൽ, ആ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, ഡേറ്റ വാല്യൂവിനെ ഫെച്ച് ചെയ്തിട്ട് അത് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യും. പിന്നീടായിരിക്കും ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ ഒക്കെ ഫോളോ അപ്പ് ചെയ്യും. അപ്പം അത് നമ്മൾ എങ്ങനെയാണെന്ന് അപ്കമിങ് സെഷൻസിൽ നോക്കും. നെക്സ്റ്റ് വൺ, നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഒരു ഓപ്പറേഷൻ കോഡ് കാണും. ദെൻ വി ഹാവ് ദ ഓപ്പറാൻഡ് അഡ്രസ്. അപ്പം ഓപ്പറേഷൻ കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആഡ് വരാം, സ്റ്റോർ വരാം. അതുപോലെ പിന്നീട് വരുന്ന ഓപ്പറേഷൻ കോഡുകൾ ഏതൊക്കെയാണ്? ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലോഡ് ദ അക്യൂമുലേറ്റർ വിത്ത് ദ കണ്ടന്റ് ഓഫ് മെമ്മറി. നമുക്കിവിടെ അക്യൂമുലേറ്റർ രജിസ്റ്റർ ഉണ്ട്. അപ്പം അക്യൂമുലേറ്റർ രജിസ്റ്ററിലേക്കായിരിക്കും കണ്ടന്റ് എല്ലാം ലോഡ് ചെയ്ത് വെക്കുന്നത്. ഒരു പർട്ടിക്കുലർ സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് അക്യൂമുലേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ലോഡ് എ എന്നാണെങ്കിൽ എയിലെ കണ്ടന്റ് അക്യൂമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെ സ്റ്റോർ എന്ന് പറയുന്നത് നമുക്കറിയാം, ആ ഒരു ഇൻസ്ട്രക്ഷനിൽ നിന്ന്, ഓപ്പറേഷൻ കോഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സ്റ്റോർ ചെയ്യാന്. സ്റ്റോർ ദ കറന്റ് വാല്യൂ ഓഫ് അക്യൂമുലേറ്റർ ഇൻ ദ മെമ്മറി. അക്യൂമുലേറ്ററിൽ ഇപ്പൊ ഏത് വാല്യൂ ആണുള്ളത് അതിനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ദെൻ ആഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ആഡ് ദ വാല്യൂ ഫ്രം മെമ്മറി ടു ദ അക്യൂമുലേറ്റർ. അക്യൂമുലേറ്ററിലെ വാല്യൂവിനെ എവിടേക്ക് സ്റ്റോർ ചെയ്യും? ആഡ് ദ വാല്യൂ ഫ്രം മെമ്മറി ടു, മെമ്മറിയിലുള്ള വാല്യൂവിനെ നമ്മൾ എവിടേക്ക് സ്റ്റോർ ചെയ്യുന്നു? അക്യൂമുലേറ്റർ. ആഡ് ദ വാല്യൂ ഫ്രം മെമ്മറി ടു ദ അക്യൂമുലേറ്റർ. ഇവിടെ ഒരു അഡീഷൻ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. ആഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് വാല്യൂ എവിടെ സ്റ്റോർ ചെയ്യുന്നു? അക്യൂമുലേറ്റർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പറേഷൻ കോഡ് നോക്കി. അപ്പം ഫസ്റ്റ് നമ്മൾ പറയാണ് ലോഡ് എ. അപ്പം അതിന്റെ ഒരു മീനിങ് എന്താണ്? ലോഡ് ദ കണ്ടന്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ എ ടു ദ അക്യൂമുലേറ്റർ രജിസ്റ്റർ. ലോഡ് എ എന്ന് പറഞ്ഞാല് മെമ്മറി ലൊക്കേഷൻ എയിൽ, ഇപ്പം ലോഡ് എ എന്ന് പറയുമ്പം എ എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ. ഈ മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന വാല്യൂനെ നമ്മൾ എവിടേക്ക് ലോഡ് ചെയ്യും? അക്യൂമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. ആഡ് ബി. അപ്പം ആഡ് ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ അക്യൂമുലേറ്ററിൽ ഇപ്പം എയിലെ വാല്യൂ ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഫോർ എക്സാമ്പിൾ 5 ആണ് എയുടെ വാല്യൂ എങ്കിൽ അക്യൂമുലേറ്ററിലേക്ക് 5 ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആഡ് ബി എന്ന് പറയുമ്പോൾ ബിയിൽ ഇപ്പൊ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അക്യൂമുലേറ്ററിൽ ഓൾറെഡി നമ്മൾ 5 എയുടെ വാല്യൂ 5 ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ബി, ബിയിലെ വാല്യൂ നമ്മൾ ഇവിടെ അക്യൂമുലേറ്ററിലേക്ക് ആഡ് ചെയ്യും. അപ്പം എ പ്ലസ് ബി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എവിടെ വരുന്നത്? അപ്പം അക്യൂമുലേറ്ററിൽ 5 ഉണ്ട്, ബിയുടെ വാല്യൂ ആയ 2 കൂടെ ആഡ് ചെയ്ത് അപ്പൊ അവിടെ 7 ആണ്. ഓക്കെ, ദെൻ സ്റ്റോർ സി. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്റ്റോർ ദ കണ്ടന്റ് ഇൻ ടു ലൊക്കേഷൻ സി. അപ്പം നമ്മള് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ, അതായത് ആഡ് ഓപ്പറേഷന് ശേഷം നമുക്ക് കിട്ടിയ വാല്യൂ എവിടേക്ക് സ്റ്റോർ ചെയ്യുന്നു? സി എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് ന്യൂമോണിക് കോഡ്സ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം എക്സിക്യൂഷന്റെ ഫ്ലോ. അതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ മെമ്മറിയിലും രജിസ്റ്റേഴ്സിലും നടക്കുന്ന ആ ഒരു ഓപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം
ഫസ്റ്റ് നമുക്ക് എന്താ ഇവിടെ പെർഫോം ചെയ്യുന്നത് നോക്കാം. അപ്പം ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക, ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഇൻറ്റു CPU ഇൻസ്ട്രക്ഷൻസിനെ എടുക്കുമ്പോൾ ഫെച്ച് ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റെപ്പ് 1 find or calculate the address of the first instruction in memory. In this machine example, the next instruction address is contained in program counter register. It contains 1, which is the address of the first instruction to be executed. അപ്പം നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മളുടെ ഈ ഫസ്റ്റ് ഇമേജ് നോക്കിക്കേ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് 16-bit മെമ്മറി ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ അഡ്രസ് 0 to 15 കൊടുത്തിട്ടുണ്ട്. ഓരോ മെമ്മറി ലൊക്കേഷനിലേക്കും ലോഡ് ചെയ്തിട്ടുള്ള വാല്യൂസ്, ഓക്കെ, ഓരോ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂസ്, അതായത് ലൊക്കേഷൻ 1 ലോഡ് എ, നമ്മളുടെ ലൊക്കേഷൻ 2 ആഡ് ബി, ലൊക്കേഷൻ 3 ഈ ഒരു 3 എന്ന് പറയുന്ന അഡ്രസ്സിൽ സ്റ്റോർ സി. ഓക്കെ, എന്നിട്ട് ആ ഓരോ കണ്ടന്റിലും ദാറ്റ് മീൻസ് എയിൽ വരുന്ന കറസ്പോണ്ടിങ് വാല്യൂ 5, ബിയിൽ വരുന്ന കറസ്പോണ്ടിങ് വാല്യൂ 2, ദെൻ അതിന്റെ അഡ്രസ്, ഇതെല്ലാം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ ഇനീഷ്യലി നമ്മൾ എങ്ങനെ ഇതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാല്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ പ്രോഗ്രാം കൗണ്ടർ ഉണ്ടല്ലോ, പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓർ നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി ഫെച്ച്ഡ്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പം ഇവിടെ നമുക്ക് പ്രോഗ്രാം കൗണ്ടർ ഇനിഷ്യലി ലോഡ് എ, അപ്പം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലോഡ് എ. അപ്പം ഈ എയുടെ കറസ്പോണ്ടിങ് അഡ്രസ് ആയ 1 ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം പ്രോഗ്രാം കൗണ്ടറിൽ 1 വാല്യൂ വരും. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത്, അതായത് പ്രോഗ്രാം കൗണ്ടറിലെ 1 എന്ന് പറയുന്ന വാല്യൂ അത് അഡ്രസ് ആണല്ലോ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് ഈ വാല്യൂനെ പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ പ്രോഗ്രാം കൗണ്ടറിലെ 1 എന്ന് പറയുന്ന വാല്യൂ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് പാസ് ചെയ്യും. അപ്പം ഇത്രയാണ് ഇനിഷ്യൽ സ്റ്റെപ്പിൽ. ഇത് നമ്മളുടെ CPU മെമ്മറിയിൽ എങ്ങനെയാണ് ഇത് എക്സിക്യൂഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പം അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് മെമ്മറിയിലും രജിസ്റ്റേഴ്സിലും ഒക്കെ ഇതിന്റെ ആ ഒരു എക്സിക്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇനിഷ്യലി പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ആദ്യം നമുക്ക് ഫെച്ച് ചെയ്യേണ്ട ആ ഇൻസ്ട്രക്ഷൻ അതിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ഇവിടെ 1 ആകും. ദാറ്റ് ഈസ് ഈ 1 എന്ന് പറയുന്ന അഡ്രസ് പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഈ പ്രോഗ്രാം കൗണ്ടറിലെ 1 എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ വാല്യൂവിനെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഇപ്പൊ ഏത് വാല്യൂ ഉള്ളത്, 1 എന്ന് പറയുന്ന വാല്യൂ ആണ് ഉള്ളത്. ഓക്കെ, അത്രയാണ് സ്റ്റെപ്പ് 1 നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 1 എന്താ ചെയ്ത്, ഫൈൻഡ് ഓർ കാൽക്കുലേറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ മെമ്മറി. In this machine example, the next instruction address is contained in program counter register. It contains 1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് അഡ്രസ്. ഓക്കെ, അപ്പം വിച്ച് ഈസ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അപ്പം അതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തു, മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ആ കറസ്പോണ്ടിങ് വാല്യൂവിനെ പാസ് ചെയ്തു. അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്താ സ്റ്റെപ്പ് 2 എന്താ വരുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് 2 ബ്രിങ് ദ ബൈനറി ഇൻസ്ട്രക്ഷൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദിസ് സ്റ്റെപ്പ് റിക്വയർസ്. അപ്പം ഇനി നമുക്ക് എന്താ അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ബൈനറി ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇസ് ഇവിടെ ബൈനറി ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലോഡ് എ. ഈ ലോഡ് എ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പം ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഇനി നമ്മൾ നോക്കാൻ പോകും. അപ്പം അതിന് വേണ്ടിയിട്ട്
നമ്മൾ passing the content of program counter to memory address register so that the instruction point to byte program counter is fetched, that is location 1's content is fetched. ഓക്കെ, നമ്മള് സ്റ്റെപ്പ് 1 നമ്മൾ പറഞ്ഞു, നമ്മുടെ സ്റ്റെപ്പ് 1 പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 1 ആയിരിക്കും. നമ്മൾ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് അതിനെ പാസ് ചെയ്തു. അതിനുശേഷം നമ്മളുടെ സി പി യു ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദാറ്റ് ഇസ് CPU ഇഷ്യൂ മെമ്മറി റീഡ് ഓപ്പറേഷൻ. CPU ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് മെമ്മറി റീഡ്. അപ്പൊ ഈ മെമ്മറി റീഡ് ഓപ്പറേഷൻ വഴി എന്താ സംഭവിക്കാൻ ചോദിച്ചാല്, മെമ്മറി റീഡ് ഓപ്പറേഷൻ വഴി മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഉണ്ടല്ലോ, ആ അഡ്രസ് രജിസ്റ്ററിലെ കണ്ടന്റ് മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് ലോഡ് ആവും. അപ്പൊ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലെ വാല്യൂ 1, അതാണ് അഡ്രസ്. ആ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് ലോഡ് ആകും. ദാറ്റ് ഇസ് ലോഡ് എ. ആ ഇൻസ്ട്രക്ഷൻ നമ്മളുടെ മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് ലോഡ് ആകും. മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് ലോഡ് ആയതിനു ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ വരിക, ഇതിനെ ഈ മെമ്മറി ബഫർ രജിസ്റ്ററിൽ ലോഡായ കണ്ടന്റിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. ദാറ്റ് ഇസ് ലോഡ് എ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ആകും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 2 ആയിട്ട് ഇൻക്രിമെന്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിലെ ഈ എക്സിക്യൂഷൻ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ, ദാറ്റ് ഇസ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ 1 ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 2 ആയിട്ടുണ്ടാവും. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 2 ആകും. അതിനുശേഷമാണ് നമ്മളുടെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലുള്ള ആ ഒരു അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ CPU ഇഷ്യൂ ചെയ്യും. മെമ്മറി റീഡ് ഓപ്പറേഷൻ വഴി അതിനെ നമ്മുടെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് ലോഡ് ആകും. അപ്പം ലോഡ് എ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷനെ മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് ലോഡ് ആകും CPU റീഡ് ഓപ്പറേഷൻ വഴി. ദെൻ ഇതിനെ എവിടേക്ക് സ്റ്റോർ ചെയ്യും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പം ലോഡ് എ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എവിടേക്ക് വരും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് വരും. അപ്പൊ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇപ്പൊ നമ്മളുടെ വാല്യൂ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ലോഡ് ആയിട്ടുണ്ട്. ഇനി എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാല്, then content of memory buffer register is transferred to instruction register. അത് നമ്മൾ പറഞ്ഞല്ലോ. In addition, program counter incremented to point to the next instruction in the sequence 2 in this case. അപ്പം അതിനുശേഷം നമ്മളുടെ പ്രോഗ്രാം കൗണ്ടർ പോയിന്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളുടെ സ്റ്റെപ്പ് 2 നമ്മൾ ഇത്രയും കാര്യങ്ങളാ പറഞ്ഞത്. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 എന്താ വരുന്നതെന്ന് നോക്കാം. ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഹാസ് ദ ഇൻസ്ട്രക്ഷൻ ലോഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ലോഡ് എ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഡീകോഡഡ് ആസ് ലോഡ് ദ കണ്ടന്റ് ഓഫ് അഡ്രസ് എ ഇൻടു അക്യൂമുലേറ്റർ രജിസ്റ്റർ. അപ്പൊ ലോഡ് എ എന്ന് പറയുന്നതിനെ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചാൽ, എ എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനിലെ കണ്ടന്റ് അക്യൂമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യണം. ലോഡ് ദ കണ്ടന്റ് ഓഫ് അഡ്രസ് എ ഇൻ ദ അക്യൂമുലേറ്റർ രജിസ്റ്റർ. അക്യൂമുലേറ്റർ രജിസ്റ്ററിൽ എയുടെ കറസ്പോണ്ടിങ് അഡ്രസ്, ഓക്കെ, എ എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് അഡ്രസ് നമ്മളുടെ അക്യൂമുലേറ്ററിലേക്ക് സ്റ്റോർ ചെയ്യും. നമുക്ക് ആ ഇമേജിൽ നോക്കാം. ഇവിടെ കണ്ടോ നമ്മളുടെ ലോഡ് എ എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ ആണല്ലോ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം ഈ ലോഡ് എ എന്ന് പറഞ്ഞാല് എയുടെ അഡ്രസ് എന്ന് പറയുന്നത് 13. ഓക്കെ, ആ 13 നമ്മളുടെ അക്യൂമുലേറ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്യും. അക്യൂമുലേറ്ററിലേക്ക് ലോഡ് ചെയ്തതിനു ശേഷം 13 അക്യൂമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. ദാറ്റ് ഇസ് 13 ഈസ് ട്രാൻസ്ഫേർഡ് ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. 13 എന്ന് പറയുന്ന അഡ്രസ് ആണല്ലോ, അതിനെ നമ്മൾ എവിടേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യും? മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ ഇപ്പൊ 13 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ദെൻ ആ 13 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ
അതിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റ എത്രയാ? 13 കറസ്പോണ്ടിങ് വാല്യൂ 5 ആണ് അല്ലെ? ഡേറ്റ എന്ന് പറയുന്ന അവിടെ 5 ആണ്. ഇനി അടുത്ത അതാ നമ്മൾ പറയാൻ പോകുന്നത്. ദ കണ്ടന്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ സ്പെസിഫൈഡ് ബൈ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ദാറ്റ് ഇസ് ലൊക്കേഷൻ 13 ഈസ് ട്രാൻസ്ഫേർഡ് ടു മെമ്മറി ബഫർ രജിസ്റ്റർ. അപ്പൊ ആ 13 എന്ന് പറയുന്ന ലൊക്കേഷനിൽ കിടക്കുന്ന വാല്യൂ, ഓക്കെ, ഇവിടെ നമുക്ക് എത്ര 13 കിടക്കുന്ന വാല്യൂ 5 ആണ്. അതിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ ദ കണ്ടന്റ് ഓഫ് മെമ്മറി ബഫർ രജിസ്റ്റർ ഈസ് ട്രാൻസ്ഫേർഡ് ടു അക്യുമുലേറ്റർ. എന്നിട്ടാണ് മെമ്മറി ബഫർ രജിസ്റ്ററിലെ കണ്ടന്റ്, ദാറ്റ് ഇസ് 5നെ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പം അക്യുമുലേറ്ററിലെ വാല്യൂ ലോഡ് എ എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലോഡ് എയുടെ കറസ്പോണ്ടിങ് വാല്യൂ 5. അപ്പൊ 5നെ ഇപ്പൊ നമ്മൾ അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പില് എന്താ? അക്യുമുലേറ്റർ രജിസ്റ്റർ ഈസ് ലോഡ് വിത്ത് കണ്ടന്റ് ഓഫ് ലൊക്കേഷൻ എ വിച്ച് ഇസ് 5. അപ്പം നമ്മൾ പറഞ്ഞു അക്യുമുലേറ്ററിൽ ഇപ്പൊ 5 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. Okay, now the instruction 1 execution complete and the next instruction that is 2 is fetched and the program counter is incremented to 3. അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അത്രയും എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ദാറ്റ് ഇസ് നമ്മുടെ ലോഡ് എ, അതായത് എയുടെ കണ്ടന്റ് അക്യുമുലേറ്ററിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ട്. ഇപ്പം ദാറ്റ് ഇസ് അക്യുമുലേറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. ഇനി നമ്മളിപ്പോ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ നമുക്കിപ്പം കറന്റ്ലി 2 ആയിരുന്നല്ലോ. ഇനി പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 3 ആയിട്ട് മാറും. ഓക്കെ, ദെൻ നമുക്ക് ഇനി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള എന്താ? ആഡ് ബി അല്ലെ? ആഡ് ബി എന്ന് പറയുമ്പോ വിച്ച് ഇൻസ്ട്രക്ട് CPU to add the content of memory location B to the accumulator. അപ്പം നമുക്ക് ഇവിടെ ചെയ്യേണ്ട എന്താണ്? അക്യുമുലേറ്ററിൽ ഓൾറെഡി 5 ഉണ്ട്. അപ്പം ആ 5ന്റെ കൂടെ നമ്മളുടെ ലൊക്കേഷൻ ബിയിലെ വാല്യൂ എത്രയാ? ബിയിലെ വാല്യൂ 2. ഈ 2 നമ്മൾ എന്ത് ചെയ്യണം? അക്യുമുലേറ്ററിലുള്ള 5 ആയിട്ട് ആഡ് ചെയ്ത് നമുക്ക് 7 ആയിരിക്കും റിസൾട്ട് കിട്ടുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സാണ് നെക്സ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദിസ് instruction is add B, which is instruct CPU to add the content of memory location B to the accumulator. ബിയിലുള്ള കണ്ടന്റിനെ നമ്മൾ അക്യുമുലേറ്ററുമായിട്ട് ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് 5 ഉണ്ട്, അതിൻ്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യും. Okay, on execution of this instruction the accumulator will contain some of its earlier value, that is A, and the value stored in the memory location B. അപ്പം എയുടെ വാല്യൂ നമുക്കറിയാം 5 ലോഡ് ചെയ്തു. നമ്മൾ അത്രയും സ്റ്റെപ്സ് അതിന്റെ ഡിസ്കസ് ചെയ്തു 5 എങ്ങനെ ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ബിയുടെ കണ്ടന്റ്, ഓക്കെ, നമ്മൾ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ എന്താ മെമ്മറി അഡ്രസ്, ബിയുടെ കറസ്പോണ്ടിങ് അഡ്രസ് ഫൈൻഡ് ചെയ്യും. ആ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ എടുക്കും അല്ലെ? മെമ്മറി ബഫറിൽ വരും ആ ഡേറ്റ. എന്നിട്ട് അതിനെ മെമ്മറി ബഫറിൽ വന്നതിന് ശേഷം നമ്മൾ അക്യുമുലേറ്ററിലെ വാല്യൂമായിട്ട് ഇൻസ്ട്രക്ഷൻ മെമ്മറി ബഫർ രജിസ്റ്ററിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വരും. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂവിനെ, ഓക്കെ, ബിയുടെ കണ്ടന്റ് ഏതാണോ, ബിയുടെ വാല്യൂ ഇപ്പൊ 2 ആണെങ്കിൽ 2 ആ 2 എന്ന് പറയുന്ന വാല്യൂവിനെ ഫെച്ച് ചെയ്തിട്ട് അക്യുമുലേറ്ററിലെ വാല്യൂ, അതായത് 5 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്, അതുമായിട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് നമുക്കിപ്പം സമ്മ് കിട്ടിയല്ലോ. ഓൺ ദ എക്സിക്യൂഷൻ ഓഫ് ദിസ് ഇൻസ്ട്രക്ഷൻ ദ അക്യുമുലേറ്റർ വിൽ കണ്ടെയ്ൻ the sum of its earlier value, that is A, and the value stored in the memory location B. Okay, അപ്പൊ നമ്മൾ ആ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്നത് ലൊക്കേഷൻ ബിയിലായിരിക്കും. ഓൺ എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ അറ്റ് മെമ്മറി ലൊക്കേഷൻ 3 പ്രോഗ്രാം കൗണ്ടർ ബിക്കം 4. The accumulator result are stored in location C, that is 50. അപ്പം നമ്മൾ ഇത്രയും ഓപ്പറേഷൻസ് ചെയ്തു. ദാറ്റ് ഇസ് ആഡ് ബി, അക്യുമുലേറ്ററിലെ കണ്ടന്റുമായിട്ട് ബിയെ ആഡ് ചെയ്യുന്നു. ദെൻ നമ്മളുടെ പ്രോഗ്രാം കൗണ്ടർ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്ത് 4 ആകും. ഓക്കെ, 4 ആയി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും. ദാറ്റ് ഇസ് സ്റ്റോർ സി എന്ന് പറയുന്ന അതിനെ ഫെച്ച് ചെയ്തിട്ട് നമ്മളുടെ
മെമ്മറി അഡ്രസ്, അതിന്റെ അഡ്രസ് 3 ആണ്. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇസ് സ്റ്റോർ സി. ആ സ്റ്റോർ സീനെ നമ്മളെ എവിടെ സ്റ്റോർ ചെയ്യും? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ നമുക്കിപ്പം ആഡ് ചെയ്തിട്ടുള്ള ആ സം ഉണ്ടല്ലോ, ആ സമ്മിനെ മെമ്മറി ബഫർ രജിസ്റ്ററിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പം ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഇസ് സ്റ്റോർ സി എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ സ്റ്റോർ സി എന്ന് പറയുന്നതായിരിക്കും കാണുക. അപ്പം ഈ രണ്ട് നമ്പേഴ്സ് ദാറ്റ് ഇസ് 5+2 അത് സമ്മ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ട് മെമ്മറി ബഫർ രജിസ്റ്ററിൽ ഇപ്പം കറന്റ്ലി ഉണ്ട്. ഓക്കെ, അതാണ് പറയുന്നത്. ഓൺ ദ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് മെമ്മറി ലൊക്കേഷൻ 3 പ്രോഗ്രാം കൗണ്ടർ ബിക്കം 4. The accumulator result are stored in location C. That is, നമ്മളുടെ അക്യൂമുലേറ്ററിൽ 5+2 ചെയ്തിട്ടുള്ള റിസൾട്ട് സിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അക്യൂമുലേറ്റർ റിസൾട്ട് ആർ സ്റ്റോർഡ് ഇൻ ദ ലൊക്കേഷൻ സി. അക്യൂമുലേറ്ററിലെ റിസൾട്ട് സിയിൽ സ്റ്റോർ ചെയ്യുന്നു. ദാറ്റ് ഇസ് 15 എന്ന് പറയുന്ന അഡ്രസ്സിലെ വാല്യൂ നമുക്കറിയാം. ഇവിടെ കണ്ടോ, 15 എന്ന് പറയുന്ന ആ ലൊക്കേഷനിലായിരിക്കും റിസൾട്ട് നമുക്ക് വരുന്നത്, 7 എന്നുള്ള റിസൾട്ട്. അപ്പം അതിനെ മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് നമ്മൾക്ക് സ്റ്റോർ ചെയ്യാം. ദെൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ വാല്യൂ സ്റ്റോർ സി എന്നുള്ളതായിരിക്കും. ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ഓൾ ദ 3 ഇൻസ്ട്രക്ഷൻസ്, അതിനുശേഷം നമുക്ക് വരുന്ന പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ 4 ആകും. മെമ്മറി ബഫർ രജിസ്റ്ററിൽ നമുക്ക് 7 ആകും. ഈ മെമ്മറി ബഫറിൽ നിന്നായിരിക്കും നമ്മൾ നമ്മളുടെ റിസൾട്ടിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ അതായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷന്റെ സൈക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പം ആ ഇൻസ്ട്രക്ഷൻ സൈക്കിള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നമുക്കിപ്പോ മനസ്സിലായി. അപ്പം അത് ഒന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. നമ്മൾ പറഞ്ഞു പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആദ്യം പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ഫസ്റ്റ് ലോഡ് ചെയ്യേണ്ടത് അതിന്റെ വാല്യൂ ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ കാണുക ഇനിഷ്യലി. ദാറ്റ് മീൻസ് ദ പ്രോഗ്രാം കൗണ്ടർ PC register store the address of the next instruction ഏതാണോ അതായിരിക്കും, അതിന്റെ അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ കാണുന്നത്. കൺട്രോൾ യൂണിറ്റ് ആണ് ഈ കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും. സ്റ്റെപ്പ് 2 രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോ ഗെറ്റ് ദ ഇൻസ്ട്രക്ഷൻ ഇൻ ദ CPU രജിസ്റ്റർ. ഓക്കെ, നമുക്കിനി ആ ഒരു ഇൻസ്ട്രക്ഷനെ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. ദാറ്റ് ഇസ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഇൻസ്ട്രക്ഷനെ കൊണ്ടുവരണം, എങ്കിലേ നമുക്ക് എക്സിക്യൂഷൻ പോസിബിൾ ആകും. അതെങ്ങനെയാ പെർഫോം ചെയ്യുന്നത്? This operation is performed by the memory is accessed and the desired instruction is brought to the register, that is instruction register in CPU ലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് അതിനെ കൊണ്ടുവരും. അതെങ്ങനെയാണ് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? മെമ്മറി റീഡ് ഓപ്പറേഷൻ ഈസ് ഡൺ. മെമ്മറി റീഡ് ചെയ്യുന്നു. സൈസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇൻ അഡീഷൻ പ്രോഗ്രാം കൗണ്ടർ ഈസ് ഇൻക്രിമെന്റഡ് ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ സീക്വൻസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ മെമ്മറി റീഡ് ഓപ്പറേഷൻ വഴിയാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് നമ്മൾ ഡേറ്റയെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ദെൻ നമ്മളിപ്പോ ഇൻസ്ട്രക്ഷനെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുവന്നു. ഇനി നമുക്ക് അതിനെ ഡീകോഡ് ചെയ്യണം അല്ലെ. ഏത് ഓപ്പറേഷനാ പെർഫോം ചെയ്യേണ്ടത്? അതിനെ ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ. The control unit issues necessary control signals. അപ്പം ഡീകോഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ കൺട്രോൾ യൂണിറ്റിന്റെ ഹെൽപ്പോടുകൂടിയ കൺട്രോൾ യൂണിറ്റ് വിൽ ഇഷ്യൂ നെസസറി കൺട്രോൾ സിഗ്നൽസ്. അതിനുശേഷം ഇവാലുവേറ്റ് ദ ഓപ്പറാൻഡ് അഡ്രസ്. ഏത് ഓപ്പറാൻഡിനെയാണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് ആ ഓപ്പറാൻഡിന്റെ അഡ്രസ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, CPU evaluate the address based on the addressing mode specified. Addressing mode ഏതാണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CPU ഇവാലുവേറ്റ് ചെയ്യും അഡ്രസ്സിന്.
ഓക്കെ, CPU അണ്ടർ ദ കൺട്രോൾ ഓഫ് കൺട്രോൾ യൂണിറ്റ്. അപ്പം ഈ ഓപ്പറേഷൻസ് എല്ലാം കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്പറാൻഡിന്റെ അഡ്രസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അഡ്രസ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യുക അല്ലെ. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്ന ഫെച്ച് ദ ഓപ്പറാൻഡ്, ദ മെമ്മറി ഈസ് ആക്സസ്ഡ് ആൻഡ് ദ ഡിസൈഡഡ് ഓപ്പറാൻഡ്സ് ബ്രോട്ട് ഇൻ ടു CPU രജിസ്റ്റർ. അപ്പൊ നമ്മള് ഈ സ്റ്റെപ്പിൽ എന്താ വരിക എന്ന് വെച്ചാൽ ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യും. ഓക്കെ, മെമ്മറി റീഡ് നമ്മൾ പറഞ്ഞല്ലോ, CPU ഇഷ്യൂ ചെയ്യും മെമ്മറി റീഡ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ നിന്ന് മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്ക് എത്ര ഓപ്പറാൻഡ് ഉണ്ട് അത്രയും ഓപ്പറാൻഡ്സിന്റെ അഡ്രസ് ഇവാലുവേറ്റ് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യണം. ഓക്കെ, ഈ സ്റ്റെപ്സ് വീണ്ടും വീണ്ടും ഓപ്പറാൻഡ്സ് ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, then അത്രയും റിപ്പീറ്റ് സ്റ്റെപ്പ് 4 and 5 the instruction has more than one operand. more than one operand ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കും. ആഫ്റ്റർ നമുക്ക് ഇനി ഓപ്പറാൻഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തത് എന്താന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് ഇൻസ്ട്രക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞു ലോഡ് എ, ദെൻ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, നമ്മളുടെ ഇൻസ്ട്രക്ഷൻ എന്തായിരുന്നു, ലോഡ് എ ദെൻ ആഡ് ബി അല്ലെ, ഈ രണ്ട് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഈ രണ്ട് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫെച്ച് ചെയ്യുന്നു, അതിന്റെ അഡ്രസ്സ് മനസ്സിലാക്കുന്നു, ദെൻ ആ ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. ദെൻ നമുക്ക് കാൽക്കുലേഷൻ ആണല്ലോ, അപ്പം കാൽക്കുലേഷൻ വരുമ്പോഴത്തേക്കാണ് സ്റ്റെപ്പ് 6 വരുന്നത്, പെർഫോം ദ ഓപ്പറേഷൻ. അഡീഷൻ ആണ് അഡീഷൻ, അത് പെർഫോം ചെയ്യുക. എന്തിന്റെ ഹെൽപ്പോടുകൂടി ഇത് നമ്മൾ അഡീഷൻ പെർഫോം ചെയ്യുന്നേ, അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റ് കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഈ കേസിൽ നമ്മൾ അഡീഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അത് ALUന്റെ കൺട്രോൾ യൂണിറ്റിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരുന്നത്, നമ്മളിപ്പോ അഡീഷൻ ഒക്കെ പെർഫോം ചെയ്തു. അഡീഷൻ പെർഫോം ചെയ്തതിന് ശേഷം നമുക്ക് ഈ റിസൾട്ടിനെ സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ദ റിസൾട്ട് ഇൻ മെമ്മറി, that is the value is returned to desired memory location. ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണ് നമുക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് വെച്ച് ആ മെമ്മറി ലൊക്കേഷനിലേക്ക് റിസൾട്ടിനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം ഇതിന്റെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ്, നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് പ്രോസസിംഗ് സ്റ്റെപ്പ് അറ്റ് CPU സ്റ്റാർട്ട്. അപ്പം CPU പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനിഷ്യലി കാൽക്കുലേറ്റ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓർ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിന്റെ അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻ, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ഓക്കെ, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡീകോഡ് ചെയ്യുന്നു. ഓക്കെ, ഏത് ഓപ്പറേഷൻ എന്താണ് പെർഫോം ചെയ്യാനുള്ളത് അതിനെ ഡീകോഡ് ചെയ്യുന്നു. ദെൻ കാൽക്കുലേറ്റ് ദ ഓപ്പറാൻഡ് അഡ്രസ്, ഓപ്പറാൻഡ് അഡ്രസ്സിനെ ഫെച്ച് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഓപ്പറാൻഡ് അഡ്രസ്സിനെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഫെച്ച് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യുന്നു. ഏത് ഓപ്പറാൻഡ് ആണെന്ന് വെച്ചാൽ ആ ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യുന്നു. ദെൻ ഇപ്പൊ കൂടുതൽ ഓപ്പറാൻഡ്സ് ഉണ്ടെങ്കിൽ 1 2 3 അങ്ങനെ നമുക്ക് എത്ര ഓപ്പറാൻഡ്സ് വേണമെങ്കിലും വരാം. അപ്പൊ ഓപ്പറാൻഡ്സിന്റെ എണ്ണം അനുസരിച്ച് പിന്നെ ഓപ്പറാൻഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓപ്പറാൻഡ് വീണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഓപ്പറാൻഡിന്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യും, പിന്നെ ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകും. അങ്ങനെ എത്ര ഓപ്പറാൻഡ് ഉണ്ട് അത്രയും ഓപ്പറാൻഡ്സിന്റെ നമ്മൾ ഫെച്ച് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഓപ്പറാൻഡ്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറാൻഡ്സിനെ ഓപ്പറേഷൻ ചെയ്യേണ്ട ഓപ്പറാൻഡ്സിനെ എല്ലാം നമ്മൾ ഫെച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, ഏത് ഓപ്പറേഷൻ, ഇപ്പൊ അഡീഷൻ ആണെങ്കിൽ അഡീഷൻ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക, കാൽക്കുലേഷൻ പെർഫോം ചെയ്യുക. കാൽക്കുലേഷൻ പെർഫോം ചെയ്തിട്ട് നമ്മൾ റിസൾട്ടിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ഇസ് പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ്, പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക,
ലോഡ് ദ അനദർ പ്രോഗ്രാം, മെമ്മറിയിലേക്ക് അനദർ പ്രോഗ്രാമിനെ നമുക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് നടക്കും. ഓക്കെ, അല്ലെങ്കിൽ അനദർ പ്രോഗ്രാമിനെ കൊണ്ടുവരാം, അല്ലെ ഓൾറെഡി മെമ്മറിയിൽ ഉള്ള ഒരു പ്രോഗ്രാമിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിന്റെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. ഇഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ പ്രോസസ്സ് അനദർ പ്രോഗ്രാം എക്സിക്യൂഷന് കൊടുക്കാം. ഇപ്പം നമ്മളുടെ പ്രോഗ്രാം എക്സിക്യൂഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ, അതാണ് ഇവിടെ നോ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ തിരിച്ച് ഇവിടെ വരും. ഓക്കെ, CPU പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും, അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇതാണ് ഒരു ഇൻസ്ട്രക്ഷന്റെ സൈക്കിൾ. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം ആ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതാ ഇവിടെ നമ്മൾ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇസ് കാൽക്കുലേറ്റഡ്. അതായത് നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂനെ പറ്റിയാ പറയുന്നത്. ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് മെമ്മറി ഓർഗനൈസേഷൻ. നൗ ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ച്ഡ് ഫ്രം ദ മെമ്മറി ലൊക്കേഷൻ ടു ദ CPU രജിസ്റ്റർ സച്ച് ദാറ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. നമ്മൾ എന്താ നമ്മളുടെ കറസ്പോണ്ടിങ് ഒരു വാല്യൂനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് അഡ്രസ് വാല്യൂ ആക്സസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്കായിരിക്കും ഏത് ഇൻസ്ട്രക്ഷൻ ആണോ ആ ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ദ നെക്സ്റ്റ് സ്റ്റേജ് ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ ടു ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. നമ്മൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ വാല്യൂനെ കൊണ്ട് വെച്ചു, അതിനുശേഷം നമ്മൾ ഡീകോഡ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അതായത് ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള ഡീകോഡ് ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്യും. ഏത് ഓപ്പറാൻഡിനെയാണ് നമ്മൾ ഏത് ഓപ്പറേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യേണ്ടത്, ആ ഒരു ഡീകോഡിംഗ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. ഇൻ കേസ് ദ ഓപ്പറാൻഡ് നീഡ് ടു ഫെച്ച് ഫ്രം മെമ്മറി ഓർ വയ ഇൻപുട്ട് ഡിവൈസ്, ദെൻ ദ അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഓർ ഇൻപുട്ട് ഡിവൈസ് ഈസ് കാൽക്കുലേറ്റഡ്. ഇപ്പൊ നമുക്ക് ഓപ്പറാൻഡിനെ മെമ്മറിയിൽ നിന്നാണോ ഫെച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻപുട്ടിൽ കൂടെ നമ്മൾ യൂസർ ഇൻപുട്ടിൽ കൂടെ ആണോ കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തായിരിക്കും അഡ്രസ് ഓഫ് ദ മെമ്മറി. ഓക്കെ, മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിനെ ബേസ് ചെയ്ത്. ഇൻ കേസ് ദ ഓപ്പറാൻഡ് നീഡ് ടു ബി ഫെച്ച്ഡ് ഫ്രം മെമ്മറിയിൽ നിന്നാണോ ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യേണ്ടത്, ഓർ വയ ഇൻപുട്ട് ഡിവൈസ്, ദെൻ ദ അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഓർ ഇൻപുട്ട് ഡിവൈസ് ഈസ് കാൽക്കുലേറ്റഡ്. മെമ്മറിയിൽ നിന്നാണെങ്കിൽ ആ മെമ്മറി അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യും, യൂസർ ഇൻപുട്ട് വഴിയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ മെമ്മറി അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ഓപ്പറാൻഡ് ഈസ് ഫെച്ച്ഡ് ഫ്രം ദ മെമ്മറി ഓർ റീഡ് ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നമ്മൾ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യും, അല്ലെങ്കിൽ യൂസർ കൊടുക്കുന്ന ഇൻപുട്ടിൽ നിന്ന് വാല്യൂ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. നൗ ദ ഓപ്പറേഷൻ ആസ്ക്ഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ ഈസ് പെർഫോംഡ്. അപ്പം എന്നിട്ട് നമ്മളുടെ ഇൻപുട്ടിൽ നിന്ന് യൂസർ കൊടുക്കുന്നത്, ഇപ്പൊ 5+2 ചെയ്യണം. അപ്പം യൂസറിനോട് ചോദിക്കും ഇൻപുട്ട് ദ ഫസ്റ്റ് നമ്പർ. അപ്പം യൂസർ 5 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പൊ ആ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ മെമ്മറിയിൽ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്റ് A=5, അല്ലെങ്കിൽ ലോഡ് A എന്ന് പറഞ്ഞിട്ട് 5 എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ് വെച്ചിട്ടായിരിക്കും അതിനെ ഫെച്ച് ചെയ്തിട്ട് കാൽക്കുലേഷൻ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫൈനലി നമ്മളുടെ ഈ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്തതിനു ശേഷം ദ റിസൾട്ട് ആർ റിട്ടേൺ ബാക്ക് ടു മെമ്മറി. മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെങ്കിൽ മെമ്മറിയിലേക്ക് റിസൾട്ടിനെ റൈറ്റ് ചെയ്യും. ഔട്ട്പുട്ട് ഡിവൈസിൽ കൂടെ നമുക്ക് എടുക്കാനുള്ള ഡേറ്റ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് വഴി കിട്ടും. ഓക്കെ, അതാ ഇവിടെ പറയുന്നത്. ഫൈനലി ദ റിസൾട്ട് ആർ റിട്ടേൺ ബാക്ക് ടു ദ മെമ്മറി ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് wherever decided by the first calculating the address of the operand and then transferring the value to the desired destination. അപ്പം നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതിന് മുന്നേ ഓരോരോ ഓപ്പറാൻഡിനെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യണം. അതെല്ലാം നമ്മൾ അഡ്രസ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പം റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതും ഈ അഡ്രസ് യൂസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും അതിന്റെ അഡ്രസ്, ദെൻ ട്രാൻസ്ഫറിങ് ദ വാല്യൂ ടു ദ ഡിസൈഡഡ് ഡെസ്റ്റിനേഷൻ. ഇത്രയും ഒരു പ്രോസസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
ചെയ്തത്. അപ്പം ഇത്രയും ഒരു പ്രോസസ്സാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ എങ്ങനെയാ വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അത് നന്നായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.